ഹലോ ഗൈസ്, ഞാനിന്നിവിടെ കാണിക്കുന്നത് കുറച്ച് വളങ്ങളാണ്. ദാ ഈ ഇരിക്കുന്ന കണ്ടോ, ആ ബോട്ടിലിനകത്ത് പഴത്തൊലി വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ്. അത് 3 ദിവസം കഴിയുമ്പോൾ ആ പഴത്തൊലിയൊക്കെ അതിനകത്തങ്ങ് അവിഞ്ഞ് ചേരും. അത് നമ്മൾ ഞെരടി പിഴിഞ്ഞ് ചെടികൾക്കൊക്കെ കൊടുത്താൽ നല്ല വളമാണ്. നല്ലവണ്ണം അത് ചെടികളെല്ലാം, പച്ചക്കറികൾ, അതായത് പ്രത്യേകിച്ച് തക്കാളി അങ്ങനെയുള്ള ചെടികളെല്ലാം തഴച്ച് വളരുന്നതിന് നല്ലതാണ്, വളരെ നല്ലതാണ്. ഈ കാണുന്നത് കണ്ടോ, ഇതാണ് സ്ലറി, ജൈവ സ്ലറിയാണ്. ഞാൻ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം, അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഒരുണ്ട ശർക്കരയും ഇട്ടിട്ടുണ്ട്. അത് ഓരോ ദിവസവും ഇളക്കി കൊടുക്കും. ഒരു സൈഡിൽ നിന്നാണ് ഇളക്കുന്നത്, അങ്ങനെ ഇളക്കി കൊടുക്കും. അപ്പോൾ അത് ഞാൻ 7 ദിവസം വെച്ചിരുന്ന് പുളിപ്പിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ബക്കറ്റ് നിറഞ്ഞിരിക്കുന്നത് കണ്ടോ. അതിപ്പം ഞാൻ 2 ദിവസമായി ഒഴിച്ച് വെച്ചതാണ്. മറ്റേ പ്രോസസ്സ് പോലെ തന്നെ, അതായത് മറ്റേത് ആദ്യത്തെ ചുമന്ന ബക്കറ്റിലിരിക്കുന്നത് തീരാറായി, അപ്പോഴാണ് ഈ പെയിൻറ്റ് ബക്കറ്റിൽ ഇരിക്കുന്നത്. ഇങ്ങനെ അടച്ചു വെക്കും. ഞാൻ ഒരെണ്ണം 2 ബക്കറ്റിലാണ് ഞാൻ സാധാരണ ഒഴിച്ചു വെക്കുന്നത്. ആദ്യത്തെ ബക്കറ്റിലൊഴിച്ച് അത് ഒരുവിധം തീരാറാകുമ്പോഴത്തേക്കും അടുത്ത ബക്കറ്റിൽ ഇത് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഒരു ബക്കറ്റിലെ തീരുമ്പോൾ നമുക്ക് അടുത്ത ബക്കറ്റിൽ എടുക്കുവാൻ സാധിക്കും. അതായത് എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ജൈവ സ്ലറി എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും എല്ലാം ഒഴിക്കും. അപ്പോൾ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഈ പഴത്തൊലിയൊക്കെ ഞെരടി പിഴിഞ്ഞ വെള്ളം അതെല്ലാം കൊണ്ടൊഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതും ഈ ഓറഞ്ച് ബക്കറ്റിൽ കഞ്ഞിവെള്ളത്തിനകത്ത്, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ പച്ചക്കറിയുടെ, അതായത് മലക്കറി, കിഴങ്ങ്, സവാള അങ്ങനെയുള്ള പച്ചക്കറികളുടെ എല്ലാം തോല് നമ്മൾ ചെത്തിക്കളയുമല്ലോ, അതിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. സിമൻറ്റ് കവറ് കൊണ്ടാണ് അടച്ച് വെച്ചിരിക്കുന്നത്. അത് ഞാനൊരു 2-3 ദിവസം കഴിയുമ്പോൾ ഞെരടി പിഴിഞ്ഞ് അരിച്ച് പച്ചക്കറികൾക്കൊക്കെ ഒഴിക്കും. എന്നിട്ട് ബാക്കി വരുന്ന സത്തെല്ലാം കൂടെ ഞാൻ കണ്ടോ, ഈ കരിയില കമ്പോസ്റ്റൊക്കെയാണ്, അതിനകത്ത് ഇട്ട് വെക്കും. അപ്പോൾ അത് പ്രോസസ്സായി കരിയില കമ്പോസ്റ്റ് ആയി മാറും. അതും ചെടികൾക്കൊക്കെ ഉത്തമ വളമാണ്. ഞാനിതൊക്കെയാണ് ഇപ്പോൾ നിറച്ച് വെച്ചിരിക്കുകയാണ് എല്ലാം. അതായത് അടിച്ചു വാരുന്ന കരിയില, പിന്നെ അതിനകത്ത് വീട്ടിൽ വരുന്ന ഈ അരിയുന്നതിൻ്റെയൊക്കെ വേസ്റ്റ് ഒക്കെയാണ് അതിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ചെടികളൊക്കെ നട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, അത് ചുണ്ടയ്ക്കയാണ്. അത് നമ്മൾ എല്ലായിടും അത് പിടിക്കും. നമുക്കൊന്ന് പിടിച്ചു, അതിനകത്ത് ഇപ്പോൾ പൂത്തൊക്കെ വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നമ്മൾ ഈ ജൈവ സ്ലറി എന്ന് പറയുമ്പോൾ ഒരെണ്ണം തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ അടുത്തത് ഒഴിച്ചു വയ്ക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ജൈവ സ്ലറി ഉണ്ടാകും. എല്ലാ ദിവസവും ജൈവ സ്ലറി നേർപ്പിച്ച് ഇതിൻ്റെ മൂട്ടിൽ ഓരോന്നിൻ്റെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതെന്താണെന്ന് മനസ്സിലായോ? പൊന്നാരി വീരൻ. അതിൻ്റെ പൂവും കായും ഇലയും തോരൻ വെക്കാൻ വളരെ നല്ലതാണ്. അതായത് അതിൻ്റെ പൂ കറി വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണത്. ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ അതിൻ്റെ പൂവ് നല്ലതായിട്ട് വിടരുന്നതിന് മുൻപ് അതിൻ്റെ മൊട്ട് കൊണ്ട് കറി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എനിക്കത് പിടിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ ഒരു തവണ തോരനൊക്കെ വെച്ച്, ഇല തോരൻ വെച്ചു, പൂവൊക്കെ തോരൻ വെച്ചു. ഇപ്പോൾ കണ്ടോ, ഞാനിതെല്ലാം ഈ ചെടികളെല്ലാം ഞാൻ ഈ ജൈവ സ്ലറിയൊക്കെ എല്ലാ ദിവസവും ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും. എൻ്റെ പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ നട്ടതാണ് എല്ലാം. കണ്ടോ, ചാക്കിനകത്ത് തക്കാളി, പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ശീതകാല വിളയെല്ലാം ഞാൻ നട്ടിട്ടുണ്ട്. അതായത് കോളിഫ്ലവർ, ക്യാബേജ് തുടങ്ങിയവയൊക്കെ, തക്കാളി, ഇതെല്ലാം നട്ടുവെച്ചിരിക്കുകയാണ്. അതിനെല്ലാം നല്ലതാണ് ഈ ജൈവ സ്ലറി. അപ്പോൾ ഇതിനകത്തെല്ലാം ഞാൻ കരിയില കമ്പോസ്റ്റ് ഇട്ടാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചെടികളെല്ലാം വളരെ നന്നായിട്ട് വളരും. ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ വെച്ച് ചെയ്യണം.